ആരാണ് മനുഷ്യൻ? പുരാതന ചിന്തകനായ പെരിയ ചിന്തകൻ സർ C.P. സ്നോ ഉങ്ങളുടെ ഒരു കടിതത്തിൽ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, വാട്ട് ഈസ് ദ കൾച്ചർ? വാട്ട് ഈസ് ദ കൾച്ചർ? എന്താണ് സംസ്കാരം? എന്താണ് മനിതൻ? അവർ ചൊല്ലുന്നുണ്ട്, മുഖം നന്നായാൽ ഭംഗി വന്നാൽ അവൻ മനിതനാവതില്ലേ, പദവി വന്നാൽ അവൻ മനിതനാവതില്ലേ, പ്രശസ്തി വന്നാൽ അവൻ മനിതനാവതില്ലേ, അവനെ പാക്കതുക്ക് നല്ല അഴകിരുന്നാൽ ഭംഗിയിരുന്നാൽ, അവന് പൊക്കിസമിരുന്നാൽ സമ്പത്തിരുന്നാൽ സൗന്ദര്യമിരുന്നാൽ ഇതൊന്നും മനിതനല്ലേ. മനിതൻ എന്ന് പറഞ്ഞാൽ അവനുടെ ശരീരത്തിനുള്ളിലെ ഏതാവത് ഒരു ചിഹ്ന അവയവങ്ങൾക്ക് ഹൃദയം, ഇതയം, അത് നന്നായാൽ അവൻ മനിതനായി. അത് നന്നായാൽ അവൻ മനിതനായി. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവങ്ങളുടെ പ്രസിദ്ധമായ ഒരു ഹദീസ്, അലാ ഇന്ന ബിൽ ജസദി ലമുദ്ഗ ഇദാ സലുഹത് സലുഹൽ ജസദു കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു. അലാ അറിയ വേണ്ടു, ഇന്ന ബിൽ ജസദി ലമുദ്ഗ, മനുഷ്യ ശരീരത്തിലെ ഒരു അവയവമുണ്ട്, അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ്. ഇതയം നന്നായാൽ, ഇതയത്തിലെ ഇരുന്നാൽ പേച്ച്, വാക്ക്, മൊഴി എല്ലാമേ കാതിലല്ലേ, ഇതയത്തിലേ പോകണം. അലാ ഖൽബി ലിതകൂന മിനൽ മുഅ്മിനീൻ. ഖുർആൻ ഞാൻ ഇറക്കിയത് നാവിലല്ലേ, ചെവിയിലല്ലേ, അലാ ഖൽബിക്, നിങ്ങളുടെ ഇതയത്തിലെ ഇറങ്ങണം. ഖുർആൻ ഹൃദയത്തിൽ ഇറങ്ങണം, മൊഴി ഹൃദയത്തിൽ ഇറങ്ങണം, ഇതയത്തിലേ ഇറങ്ങണം. തമിഴിലെ പുസ്തകത്തേക്ക് എന്റെ പേര് ചൊല്ലുക, ഒരു പുസ്തകം നൂൽ. നിങ്ങ എന്നെ തമിഴപ്പ, നിങ്ങൾ എന്നെ തമിഴപ്പ, നല്ല തമിഴ്. പുസ്തകത്തെ തമിഴൻ നൂൽ എന്ന് ചൊല്ലുവാര്. ലൈബ്രറിക്ക് നൂലാട്ടം, നൂലകം ലൈബ്രറി. എതിർത്ത് തമിഴൻ പുസ്തകത്തേക്ക് നൂൽ എന്ന് சொன்னார்கள். அந்த புஸ்தகத்திலே வாசிக்க அறிவு അവൻ ചെവിയിലെ കേട്ട് നൂല് മാതിരി ഇതയത്തിലേ ഇറങ്ങി പോണം. അതിനാൽ താൻ തമിഴ് നൂൽ എന്ന് ചൊല്ലുവാറ്. തമിഴ് അഴകാന ഭാഷ, തമിഴ് അഴകാന ഭാഷ, നല്ല ഭാഷ. തമിഴിലെ ഏറ്റവും നല്ല ഭാഷ തമിഴ്, ഏറ്റവും നല്ല മൊഴി തമിഴ്. உங்களுக்கு தெரியுமோ എന്ന് എനിക്ക് தெரியாது, உங்களுக்கு தெரியுமோ എന്ന് എനിക്ക് தெரியாது. ഗുണംകുടി വസ്താൻ അവങ്ങളുടെ ഒരു കവിത ഇருக்கு. അത്തക പുത്തക 4 കാല്, അവൻ താനെ നടക്കിരോ 2 കാല്. അത്തക പുത്തക 4 കാല്, അവന് താനെ നടക്കിരോ 2 കാല്. ഉച്ചിരലുക്കിരോ 3 കാല്, അവൻ ഊருக்கு പോകിരോ 10 കാല്. അത്തക പുത്തക 4 കാല്. അമ്മാവിടെ വയറ്റിൽ നിന്ന് പിറവിയെടുത്തത് നാം നടക്കുന്നത് 4 കാലിൽ, 2 കൈ 2 കാല്. അവൻ താനെ നടക്കിലോ 2 കാല്. പിന്നെ സ്വയം നമ്മ എഴുന്നേറ്റ് ഇവിടെ നടക്കുമ്പോ 2 കാലില്. ഉച്ചി വെളുക്കിലോ 3 കാല്. ഉച്ചി വെളുത്ത് വാലിമം കഴിഞ്ഞ് വാർദ്ധക്യത്തിലെ വന്ന് തലവെളുത്ത് നരയാച്ച് 3 കാല്. 2 കാല് കുത്തിപ്പൊട്ട വടിയൊന്ന് 3 കാല്. അവൻ ഊരുക്ക് പോകിലോ 10 കാല്. നമ്മ ഊരേന്, നമ്മ സ്വന്തം ഊര് കബർസ്ഥാനിൽ പോകുമ്പോ 10 കാല്. മയ്യത്തെ കെട്ടിലിന്റെ 6 കാല്. സ്വമന്ത വന്ന 4 കാല്. അവൻ ഊരുക്ക് പോകിലോ 10 കാല്. இந்த 2 കാലിലെ പിറണ്ട്, 4 കാലിലെ പിറണ്ട്, 2 കാലിലെ നിവർന്ന്, 3 കാലിലെ കുനിണ്ട്, 10 കാലിലെ മലന്ന് ഊരുക്ക് പോണം. മനിത, இந்த നാട്ടിലെ നിനക്ക് എന്നെ നേട വേണ്ടു. വെട്ടിപ്പിടിച്ച് അമ്മയെ കൊന്ന്, അച്ഛനെ കൊന്ന്, സഹോദരനെ കൊന്ന്, പിച്ചാത്തിയെ കത്തിയെ വയറ്റിലെ കുത്തിപ്പോട്ട്, അരസിയൽ വാദത്തിലെ പതാകയുടെ നിറം മാറിപ്പോണ്ട് അവന്റെ കൈവിരലെ വെട്ടി, കാല വെട്ടി, ബോംബെ തെളിച്ച്, തുപ്പാക്കി പോട്ട് இந்த ലോകത്തിൽ എന്തെല്ലാം നേടിയ നീ എന്ന മനിതൻ? നീ മനിതനല്ലേ? സൂറത്ത് में इंसान है, सीरत में हैवान है, लेकिन तुम नहीं है. सूरत में इंसान है, सीरत में हैवान है, लेकिन तुम नहीं है. വാലിലെ പാത്താ മനിതൻ, സ്വഭാവം നൽകാരി, ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് വാലിലെ അത് മറ്റൊന്നാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് സന്ദര് മനിതനായി വാഴ്, മനിതനായി വാഴ്.
ഈ മനിതനായി വാഴകൾക്ക് വേണ്ടി നായം സല്ലല്ലാഹു അലൈഹി വസല്ലം നാമ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല சொன்னார்கள் இரவிலே படுத்து நிദ്രയിலே தூண்டு பாதி மயக்கத்திலே நாயம் ஸல்லல்லாஹு அலைஹி வஸல்லமே பார்க்காம நான் இப்படியே பார்த்து இருக்கும்போ மஸ்ஜித் நபவிக்குள்ளிலே ஹபீப் ஸல்லல்லாஹு அலைஹி வஸல்லம் ஆடுதார்கள். நான் போய் கேட்டு போகும்போ அவங்க இரவிலே ராத்திரியிலே ஒரு பிரார்த்தனை சொல்லியார்கள், ஒரு துஆ. இன்னமா அன ஷஹீதுன் அன்னன்னாஸ குல்லுஹும் இஹ்வா, இன்னமா அன ஷஹீதுன் அன்னன்னாஸ குல்லுஹும் இஹ்வா. எல்லா மனிதரும் ஒரே தாயுடைய மக்கள் എന്നதுக்கு இந்த இரவிலே நான் தான் சாட்சி, മുഹമ്മദ് താൻ സാക്ഷി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ മനുഷ്യൻ, എല്ലാ മനിതൻ, മുസ്ലിം ആവട്ടെ, ഹിന്ദു, क्रिश्चियानी, ईसाई, सब एक है. ये ആരായാലും ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി ഈ നന്മ പറയാൻ, ഈ നടക്കം പറയാൻ, ഈ മെസ്സേജ് കൊടുക്കാൻ ഇതിനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. ഫാദർ சொன்ன மாதிரி எல்லா நாயகன்மாரும் ஏழைதான், அவங்க பிறந்ததே ஏழை வசதியில் தான். இயேசு கிறிஸ்து பிறந்தது புல்கூட்டில், ഭഗവാൻ കൃഷ്ണൻ പിറന്നത് കംസന്റെ ജയിലറയിൽ, സല്ലല്ലാഹു അലൈഹി വസല്ലം പിറന്നത് മക്കയിലെ ചെറിയ കുടിലിൽ. എല്ലാ മികവുറ്റ നായകന്മാരും പിറന്നത് അവർ കുടിലിലാണ്. എല്ലാവരും പറഞ്ഞത്, എല്ലാ പ്രവാചകന്മാരും എല്ലാ വെള്ളിയാഴ്ചയും ഈ നിൽക്കുന്ന മുഴുവൻ ഖത്തീബുമാരും രണ്ടാമത്തെ ഖുത്ബയിൽ ഒരായത്തോടും, ഏതാണായത്ത്? എല്ലാ രണ്ടാമത്തെ ഖുത്ബയ്ക്ക് കടസിയിലെ ലോകത്തോട് പറഞ്ഞ ഒരായത്തുണ്ട്, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഈതാഇൽ ഖുർബാ. എല്ലാ ഖത്തീബുമാരും ലോകത്തിലെ, കേരളത്തിലെ, തമിഴ്നാട്ടിലെ, ചണ്ഡീഗഡിലെ, രാജസ്ഥാനിലെ, മധ്യപ്രദേശിലെ, ഡൽഹിയിലെ, ഭോപ്പാലിലെ, നേപ്പാളിലെ, പാകിസ്ഥാനിലെ, സൗദിയിലെ, UAE-യിലെ, ദുബൈയിലെ, ലോകത്തിലെ ആദ്യമേ പത്രിക വായിക്കുന്ന ഒരു രാജ്യം ഫുജി, കരീബിയൻ ദ്വീപിലെ, തായ്ലാൻഡിലെ ഫിജിയിലെ, ആ ഫിജിയിൽ പോലും എല്ലാ ഖത്തീബും ഖുത്ബ മുടിക്കുമ്പോ ഒരേ ഒരായത്ത് ലോകത്തോട് ചൊല്ലുവാറുകൾ, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാന, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അല്ലാഹു ലോകത്തോട്, മനിത ലോകത്തോട് മൂന്ന് നന്മ കൽപ്പിക്കാറുകൾ. അതിൽ പ്രഥമമായത് ബിൽ അദ്ലി, നീതിക്ക് വേണ്ടി നിലനിൽക്കുന്നു. നീതിയാണ് മുഖ്യം. വലാ യജ്രിമന്നകും ശനആന ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു. ഖുർആൻ ലോകത്തോട് പറഞ്ഞു, വലാ യജ്രിമന്നകും ശനആന ഖൗമിൻ, ഏതെങ്കിലും ഒരു മതത്തോടോ ഏതെങ്കിലും ഒരു വിഭാഗത്തോടോ നിങ്ങൾക്ക് ശത്രുതയുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ അനീതിയെ പറയാൻ പാടില്ല. മലയാളം തെരിയില്ല, ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا. யாரோടെങ്കിലും നമുക്ക് ഇടയത്തിലെ വൈരാഗ്യം എടുക്കതാ, അവരോട് അനീതി ചെയ്തെടുക്കുന്ന കാരണം അവരില്ലേ. ഇതിലു ഉങ്ക കൊട്ടായ പക്കത്തിലെ ഹിന്ദുവാ ക്രിസ്ത്യാനിയാ, അവരോട് ഉനക്ക് യഥാവത് വൈരാഗ്യം ഇരുന്നാലും ശരി, ഓ മതത്തിൽപ്പെട്ടവനല്ലേ, ഓൻ ആദർശത്തിൽപ്പെട്ടവനല്ലേ, എന്നാൽ പോലും അവനോട് വൈരാഗ്യം കാണിക്കാൻ പാടില്ല. ഇതിലു അവരോട് നിങ്ങൾ നന്മ കാണിക്കുക. അവരുടെ ക്ഷേത്രങ്ങളോട്, അവരുടെ ദേവാലയങ്ങളോട്, അവരുടെ ക്ഷേത്രങ്ങളോട്, അവരുടെ സ്വാമിമാരോട്, സ്വാമി இந்த സദസ്സിലെ இந்த மாதிரி ഉലമാക്കൾ സ്വാമി കയറി വരുന്ന സമയത്തിലെ ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീൻ ഉസ്താദ് അവர்கள் ഓടി ചെന്ന് കെട്ടിപ്പിടിച്ച് കയ്യെ പിടിച്ചു കൊണ്ടുവരുന്നു. നിങ്ങൾ അവരോട് നന്മയെ പറയണം, നിങ്ങൾ അവരോട് നന്മയെ പറയണം. ഖാജാ മുഈനുദ്ദീൻ ഉസ്താദിന്റെ പക്കത്തിലെ സ്വാമിക്കാരുടെ സന്തോഷമാ, നിമ്മതിയാ. മുഖത്തെ പാറ് എത്ര സന്തോഷമാ ഉദ്ഘാടകർ, എത്ര സന്തോഷമാ. നീങ്ക കേട്ടതും ഒന്ന്, നാമ കേട്ടതും ഒന്ന്. രാവിലെ ഫജ്ർ നമസ്കാരത്തിന് എഗ്മോർ മസ്ജിദില് ഞാൻ പ്രിയപ്പെട്ട അൻപറുകൾ നൻപറുകൾ ജാഫർ സാദിഖ് മൗലവി എന്നെ തനിയാക്കും മുങ്ങിയിട്ട അവങ്ങളുടെ പള്ളിയിലെ നാളെ രാവിലെ കാലയിലെ സുബഹിക്ക് ബാങ്ക് വിളിക്കും, ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, അസ്സലാത്തു ഖൈറും മിനൻ നൗം. തൂക്കത്തേക്കാൾ മികച്ചത് ഇബാദത്തിന്
தொழுவைதான். அந்த அதே நேரத்திலே சாமிയുടെ ക്ഷേത്രത്തിലെ அப்படியே கேட்கவே அந்த அதே நேரத்திலே கௌசல்யா சுப்ரஜா ராம பூர்வா சந்தியா பிரவர்த்ததே. कौसल्या सुप्रजा राम पूर्वा संध्या प्रवर्तते. उत्तिष्ठ नरशार्दूलं कर्तव्यं दैवमान्दिरम्. उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गिरिडध्वज उत्तिष्ठ कमलाकान्ता त्रैलोक्यं मङ्गलं कुरु. कमलाकुज तिन्दिर कुङ्कुमदोदितादुलितादुल नीलधनो. ഒരേ നേരത്തില് അതേ നേരത്തില് കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യാ പ്രവർത്തനെ ഉത്തിഷ്ഠ നരശാർദൂലം എഴുന്നേക്ക്. പ്രഭാതത്തിലെ ഇവിടുന്ന് അവൻ കറക്റ്റ് തൂക്കത്തേക്കാൾ മികച്ചത് തൊഴുവൈകാൽ. അപ്പുറത്ത് ഉത്തിഷ്ഠ നരശാർദൂലം കർത്തവ്യം ദൈവമാന്തിരം. കാലയിലെ എഴുന്നേക്ക്, കാലയിലെ തൊഴുവ്, അതുതാ മുഖ്യം. രണ്ട് ഭാഷയും രണ്ട് ഭാഷയും ആശയം ഒന്നുരാൻ നമ്മ ഹൃദയത്തിലെ നന്നാവണം. അതാണ് മനിതൻ. എൻ തലപ്പാവല്ലേ, എൻ കോട്ടല്ലേ, എൻ ഈ കാണുന്ന കാസായ വസ്ത്രമല്ലേ സന്യാസി. ആര് സന്യാസി? ഒറ്റ മുണ്ടൊടുത്ത് ഒറ്റ ദൈവത്തെ ഒറ്റയ്ക്ക് തേടി പോവണതാൻ സന്യാസി. അപ്പടിതാണ് ഒറ്റ മുണ്ടൊടുത്ത് ഒറ്റ ശേരി കൊടുത്ത് ഒറ്റ ദൈവത്തെ ഒറ്റയ്ക്ക് തേടി പോകുന്നവന്താൻ സന്യാസി. യോഗി നല്ല മനിതനായി ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അരമണി നേരം ഇറക്കി കിടത്തിലേക്ക് ഞാൻ അത് പുള്ളിൽ ഇൻഷാ അല്ലാഹ് പൂർത്തിയാക്കി. നല്ല മനിതനായി, നല്ല നന്മയായി നായകം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, സ്വർഗ്ഗത്തിലേക്കുള്ള എളുപ്പ വഴി ഏതാണ്? നിനക്ക് സ്വർഗ്ഗത്തിൽ പോകണം, ഏറ്റവും നൈസാന പാതയത് സ്വർഗ്ഗത്തിൽ പോകണം, ഏറ്റവും ഷോർട്ട് വേ ടു ഗെറ്റ് ടു ജന്ന, ദ ഷോർട്ട് വേ. നായകം സല്ലല്ലാഹു അലൈഹി വസല്ലം சொன்னதങ്ങൾ ഒരാളെ കൊല്ലലല്ല, തുപ്പാക്കി വെച്ച് വെടിവെക്കലല്ല, ബോംബ് കെട്ടി ചാവലല്ല. നിനക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള എളുപ്പ വഴി നീ നിന്റെ വീട്ടിൽ ഒരു കറി വെച്ചാൽ അതിൽ വെള്ളം കൂടുതൽ ഒഴിക്ക്, എന്നിട്ട് നിന്റെ അയൽപക്കക്കാരന് കൊടുത്ത്. അതാണ് സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞു കൊടുത്ത പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നീ വീട്ടിലെ കറി വെച്ചാൽ ആ കറിയിലെ തണ്ണി പോട്ട് ഉങ്ക പക്കത്തിലെ കിടന്നുറങ്ങുന്ന അയൽപക്കക്കാർക്ക് കൊടുക്ക്. അതാണ് സ്വർഗത്തിലേക്കുള്ള എളുപ്പ വഴി എന്ന് ലോകത്തോട് പറഞ്ഞു കൊടുത്ത തലകെട്ടൽ. ISSS തലകെട്ടിയാൽ, ഹറക്കത്തുൽ മുജാഹിദീൻ ബോംബ് പൊട്ടിച്ചാൽ, ഒരാളെ കൊന്നാൽ, നിരപരാധിയ ഒരു മനുഷ്യനെ നേരെ കല്ലെടുത്തെറിഞ്ഞാൽ അത് ഇസ്ലാം അല്ല, അവൻ മുസ്ലിം അല്ല എന്ന് ലോകത്തോട് പറയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആരാണ് മുസ്ലിം, ആരാണ് മനുഷ്യൻ നല്ലവനായി പറയാൻ? അടുത്ത സമുദായത്തോട് മാത്രമല്ല, നിങ്ങളുടെ ഇടയിലെ നന്മയ്ക്ക് വേണ്ടി വരണം. ലോകത്തോടെ എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത് ഇന്നല്ലാഹി യഅ്മുറു ബിൽ അദ്ൽ, നിങ്ങൾ നീതിക്ക് വേണ്ടി തന്നെ നിൽക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് നീതി നടപ്പാക്കാൻ, ശ്രീകൃഷ്ണൻ വന്നത്, ആചാര്യന്മാർ വന്നത് നീതി നടപ്പാക്കാൻ. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമ ധർമ്മസ്യ തദാചാരം സുജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാധ്യായ സംഭവാമി യുഗേ യുഗേ. എല്ലാ ശ്രീകൃഷ്ണൻ വന്നത് ഗ്ലാനിർഭവതി ഭാരത, ധർമ്മം എപ്പോ കെട്ടുപോകണോ അന്ത സദസ്സിലെ ധർമ്മം കൊടുക്കതിർക്കതാണ് ആചാര്യന്മാർ വന്നത് എന്ന് ഭഗവത്ഗീത. ഇതെന്നെല്ലാവണം മനുഷ്യ. ലോകത്തുള്ള മുഴുവൻ ചക്രവാളവും ലോകം മുഴുവനും നിന്റെ കയ്യിൽ കെട്ടി, പക്ഷെ നിന്റെ ആത്മാവ് നിനക്ക് നഷ്ടപ്പെട്ടു പോയി. ദ ഗോസ്പൽ അക്കോർഡ് ഓഫ് മത്തായി സുവിശേഷം. മനിത ഉലകം മുഴുവനും മുള്ളം കയ്യിലെ വന്നിരിച്ച് ബട്ട് ലോസസ് ഹിസ് സോൾ, ആത്മാവ്, ഹൃദയം നഷ്ടപ്പെട്ടു പോയാൽ അതുകൊണ്ട് എന്ത് കാര്യമെന്ന് ചോദിച്ച അന്യസമുദായത്തിനിടയിൽ മാത്രമല്ല മുസ്ലിം എന്നാൽ നല്ലത് പറയുന്നവനാണ്. റോഡിലെ കിടക്കുന്ന, പൊതുവഴിയിലെ കിടക്കുന്ന തടസ്സമെടുത്ത് മാറ്റിക്കൊടുക്കുക, അതാണ് മുസ്ലിം. അവനാണ് മുസ്ലിം. നന്മക്ക് വേണ്ടി നിലനിൽക്കുന്നവനാണ് മുസ്ലിം. സത്യം പറയുന്നവനാണ് മുസ്ലിം. വഞ്ചിക്കാത്തവനാണ് മുസ്ലിം. കളവ് പറയാത്തവനാണ് മുസ്ലിം. പലിശ വാങ്ങിക്കാത്തവനാണ് മുസ്ലിം. ലോട്ടറി മുസ്ലിം എടുക്കില്ല. എന്തുകൊണ്ട്?
ലോട്ടറി ഹറാമാണ്. മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും എന്തുകൊണ്ട് പലിശ അവൻ വാങ്ങിക്കലേ? എന്തുകൊണ്ട്? അത് വേറൊരാളുടെ കണ്ണീർ, പാവപ്പെട്ടവന്റെ മനസ്സ് നിന്നിട്ടാണ്. 1000 ഞാൻ കടം കൊടുത്തു, 1100 വാങ്ങിച്ചാൽ ആ 100 രൂപയിൽ ഏളയുടെ കണ്ണീരെടുക്ക് അവന്റെ അലമുറയിൽ. അതിനാൽ എനിക്ക് വാങ്ങ മുടിയാതെ എന്ന് പറഞ്ഞവൻ താൻ മുസ്ലിം. മുസ്ലിം എന്ന് പറഞ്ഞാൽ രാജ്യത്തെ സ്നേഹിച്ചവൻ മുസ്ലിം, ഇന്ത്യയെ സ്നേഹിച്ചവൻ മുസ്ലിം. എന്റെ രാജ്യം ഇന്ത്യയാണ്, എന്റെ രാജ്യം ഇന്ത്യയാണ്, ഹിന്ദുക്കളുടെ രാജ്യം ഇന്ത്യയാണ്. ഹൈന്ദവ സഹോദരങ്ങൾ മരിച്ചാൽ അവക്ക് അന്ത ഭസ്മത്തെ പോട്ട് ഗംഗാ നദിയിൽ ഒഴുക്കുകയും ആ ഗംഗാ നദിയിൽ ഒഴുക്കണ ഭസ്മം ചിലപ്പോ നദിയിലെ ഒഴുകി അതുവഴി വേറൊരു രാജ്യത്തിലെ നേപ്പാളിലോ എല്ലാ രാജ്യത്തിലോ പോവാം. പക്ഷേ ഞാൻ മരിച്ചാൽ എന്റെ ഖബർസ്ഥാനിൽ അടക്കം ചെയ്താൽ എന്റെ ശരീരം പോലും എന്റെ ഇന്ത്യ രാജ്യത്തെ മറികടന്ന് പോകില്ല എങ്കിൽ എന്റെ ജനനവും എന്റെ മരണവും എന്റെ മയ്യത്തും ഇന്ത്യക്ക് വേണ്ടിയാണ്. നാളെ ഒരു കാലത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു കലൈവറമുണ്ടായാൽ, ഒരു യുദ്ധമുണ്ടായാൽ, പാകിസ്ഥാനിലെ മുസ്ലിമീങ്ങൾ പച്ച തൊപ്പിയെ പോട്ട് അതിനെ ചന്ദ്രക്കലയെ പോട്ട് തുപ്പാക്കിയെടുത്ത് ഇന്ത്യക്ക് നേരെ വെടിയുതിർത്താൽ അന്ന നേരത്തിലെ ഇന്ത്യൻ മുസ്ലിമീങ്ങൾ സൈന്യത്തിൽ ചേർന്ന് അതിക്കെതിരെ യുദ്ധം ചെയ്യണമെന്ന് சொன்னால் ഈ രാജ്യത്തിന്റെ കാശ്മീരിന്റെ അതിർത്തിയിൽ ചെന്ന് പാകിസ്ഥാൻ മുസ്ലിമീങ്ങൾ പച്ചത്തൊപ്പിയിട്ട് ചന്ദ്രക്കലയിട്ട് ഇന്ത്യക്ക് നേരെ തുപ്പാക്കിയെടുത്താൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അതിനെതിരെ യുദ്ധം ചെയ്യാൻ ഇന്ത്യൻ മുസ്ലിമീങ്ങൾ തയ്യാറാണ് എന്നെടുത്താണ് ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ ജീവിതം ഇരിക്കുന്നത്. രാജ്യമേതോ രാജ്യത്തോട് കൂടെ നിൽക്കാൻ, നന്മയുടെ കൂടെ നിൽക്കാൻ, ജീവിതത്തിന് കൂടെ നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നല്ല മുസ്ലിമായി മാറാൻ വാക്കുകൊണ്ട്, നോക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് നല്ല മുസ്ലിമായി മാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് ചെയ്യട്ടെ എന്ന ദുആയോടുകൂടി എല്ലാവരെയും തായെ ബഹുമാനിക്കാൻ, പൊമ്പളയെ ബഹുമാനിക്കാൻ. പൊമ്പളை ലോകത്തെല്ലായിടത്തും ഡൽഹിയിലെ നഗരത്തിലൂടെ പട്ടാപ്പകൽ നടന്നു പോകുമ്പോ മാനം ചിച്ചം പേടുന്ന പെണ്ണിനോട് പാതിരാത്രിയിൽ നടന്നു പോയാൽ ആ നടന്നു പോകുന്ന സമയത്ത് ആണുങ്ങളാൽ പിച്ചിച്ചില്ലപ്പെടുന്ന പൊമ്പളയോട് ആരാണ് പെണ്ണ്? ആട്ടയെയും നമ്പരാം, പാട്ടയെയും നമ്പരാം, കരിമ്പുരിയെയും നമ്പരാം, കാട്ടാനയും നമ്പരാം, ചേരച്ചുറ്റിനെ പെണ്ണിനെ നമ്പിനാൽ തണ്ടലാം എന്ന് പാടിയിട്ട് തമിഴില് അല്ലേ? ഹബ്ബാബ് റളിയല്ലാഹു തആല അൻഹു ശരീരം മുഴുവൻ രക്തവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്ന് അലാ തസ്തൻസിറു ലനാ, എന്റെ ഉപദ്രവം എന്നേക്കും മുടിയുമെന്ന് ചോദിക്കുമ്പോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നായകം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ഇസ്ലാമും രാജ്യം ഭരിക്കുമ്പോഴല്ല, വല്ലാഹി ലയുത്തിമ്മന്നല്ലാഹു ഹാദൽ അംറ ലയസ്തതാ യസീറ റാകിബു മിൻ സൻആ ഇലാ ഹറമൗത് ലാ യഖാഫു ഇല്ലല്ലാഹ് വദിബ അലാ ഗനബിഹി. ഒരു പാതിരാ സമയത്ത് ഒരു പെണ്ണ് ആരെയും ഭയക്കാതെ ഒരു പാതിരാത്രിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സൂழ்நிலைയിൽ ഇന്ന സമൂഹം എന്നു വരുമോ അന്നേക്കാണ് ഈ രാജ്യം നന്നാവുന്നിടയെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ നായക നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പെണ്ണിന് രാത്രിയിൽ ഒറ്റയ്ക്ക് നടക്കാൻ കഴിയുമ്പോഴാണ് ഒരു സിവിലൈസേഷൻ ആവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരു അറാബി വരുന്നുണ്ട്. യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് സിന ചെയ്യണം, വ്യഭിചരിക്കണം. നമ്മൾ എന്ന് ചൊല്ലുവാங்க വ്യഭിചാരം ചെയ്യുന്നത്, മലയാളത്തിലെ വ്യഭിചാരം. ഒരാൾ വന്ന് പറയുന്നുണ്ട് എനിക്ക് വ്യഭിചാരം ചെയ്യണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൈക്കോളജി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈക്കോളജിനെ ഫൽസഫിയോ മഹല്ല സക്കാ വ മുൻസിറോ മഹല്ല ഹുവ. വാട്ട് ഈസ് ദ ഫിലോസഫി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പോയിക്കോളൂ, നീ പോയി ഒരാളോട് വ്യഭിചാരം ചെയ്തോളൂ. ആ മനുഷ്യൻ ഇറങ്ങി പോകുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വിളിക്കുന്നുണ്ട് അയാളെ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിന്റെ ഉമ്മയുടെ കൂടെ ഒരാൾ വ്യഭിചാരം ചെയ്യുന്നത് ഉനക്ക് ഇഷ്ടമാണോ? അല്ല യാ റസൂലല്ലാഹ്, അങ്ങനെ പാത്താൽ ഞാൻ അവന്റെ കഴുത്ത് വെട്ടിക്കളയും.
ചോദിക്കുന്നു, എന്റെ ഭാര്യയുടെ കൂടെ ഉള്ള മனைவிയുടെ കൂടെ കൊടുക്കാൻ ഒരാൾ കിടപ്പറയിലെ പടുത്ത് വ്യഭിചരിക്കുന്നത് എനിക്ക് ഇഷ്ടമോ? ഇല്ല യാ റസൂലല്ലാഹ്, ഞാൻ അവനെ കൊന്നുകളയും. ഉങ്ക മകളുടെ കൂടെ ഇല്ല യാ റസൂലല്ലാഹ്. നായകം സല്ലല്ലാഹു അലൈഹി വസല്ലം നാളോട് പറയുന്നുണ്ട്, ഏത് പെണ്ണയുടെ കൂടെ നീ വ്യഭിചാരത്തിക്ക് പോവണോ, അത് ഒരാളുടെ തായായിരിക്കാം, അതൊരാളുടെ മனைவிയായിരിക്കാം, അതൊരാളുടെ കുഴന്തയായിരിക്കാം. നിനക്കിഷ്ടപ്പെടാത്തത് അവൻ ഇഷ്ടപ്പെടുമോ എന്ന് ചോദിക്കുമ്പോ ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പ്രവാചക സമക്ഷത്തിൽ നിന്ന് പോകുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ നല്ലത് പറയുന്ന, നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്ന, നന്മയ്ക്ക് വേണ്ടി സഹകരിക്കുന്ന ഒരു നല്ല സമൂഹമായി മാറാൻ നമുക്ക് കഴിയട്ടെ എന്ന ദുആയോടുകൂടി എന്റെ പ്രിയപ്പെട്ട തമിഴ് ഉലമാക്കളോട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്തോട് പറഞ്ഞു കൊടുക്കണം. നമ്മൾ ആരോട് പറഞ്ഞു കൊടുക്കണം? ജഅഫർ റളിയല്ലാഹു അൻഹുവിനോട് നജ്ജാശി ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ദൗത്യം എന്താണ്? ലിനുഖ്രിജൽ ഇബാദ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ്. ജഅഫർ ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്കാണ്, ലിനുഖ്രിജൽ ഇബാദ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ്. ഇതാണ് നമ്മുടെ ദൗത്യം. അടിമകളുടെ മനിതരുടെ ഉള്ളിൽ നിന്ന് ഏകനായ സിദ്ധാവിലേക്ക് ഈ ലോകത്തെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ தமிழ் ஜமாஅத்துல் உலமா மிகப்பெரிய ஆலிமீங்கள் இங்க பேசுறதுக்கு என்ன அங்கே கூப்பிட்டது பெரிய கொடுமைதான். எல்லாம் பெரிய பெரிய உலமாக்கள், பெரிய பெரிய ஹசரத்துகள். நான் கேட்டது, நான் பாக்கியாத்திலே 2 வருஷம் படிச்சிருக்கேன், அதனால தான் கொஞ்சம் தமிழ் தெரியும். തമിഴ്നാട്ടിൽ ഉലമാക്കൾ, വലിയ ഉലമാക്കൾ, എല്ലാ ഉലമാക്കളും കേൾക്കുന്ന ഒരു ഹദീസ് തന്നെ, ഉത്തുലുബുൽ ഇൽമ വലൗ ബിസ്സീൻ. ഉത്തുലുബുൽ ഇൽമ, നിങ്ങൾ അറിവെ പഠിക്കണം, വലൗ ബിസ്സീൻ, ചൈനയിൽ പോയാണെങ്കിൽ. இந்த ஹதீஸை ஒரு விதத்தில் விளங்க மாட்டேன். ചൈനയ്ക്ക് என்ன சிறப்பு? மேட் இன் சைனா தானே ரொம்ப லோக்கல். ചൈനയ്ക്ക് എന്താ സിറപ്പ്? കഴിഞ്ഞ വർഷത്തിലെ എന്നോട് ഉസ്താദ് ബഹുമാനപ്പെട്ട മൗലാന PSP സൈനുൽ അബ്ദീൻ ഹസ്രത്തിനെ അല്ലാഹു മറക്കത ബാക്കിയാത്തിലെ എൻ പ്രിയപ്പെട്ട ഗുരു, എൻ അൻപാന ഗുരു, എൻ പേച്ചിലെ ഗുരു, ഞാൻ ഇപ്പോഴും കേരളത്തിലെ പേച്ചിട്ട് PSP എതിർത്തുള്ള വൈലാവി കാസുകാൻ, വൈലാവി ദരസ്, വൈലാവിയിലെ ഒരു ഭാഗത്ത് മതി ഒരു വർഷം നമുക്ക് പ്രസംഗം മുടിയാണ്. അത്രമാത്രം വലിയ ആലിം PSP എതിർത്ത് മഹാനവറുകളുടെ തരിക്കറത്തിലെ ഇപ്പോ ബാക്കിയാത്തിലെ നാദൂർ, എൻ അൻപാന ഗുരു മൗലാന അബ്ദുൽ ഹമീദ് ഹസരത്ത് ഖുബറല്ലാഹു ഉംറ മഹാനവറുകൾ മുഖ്യ പേച്ച് നടത്തിയാണ്. അപ്പോ PSP ഹസരത്തിന്റെ അനുസ്മരിക്കുമ്പോ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഹസരത്ത് ബാക്കവി ഉസ്താദ് അവർ പറഞ്ഞ ഒരു യാത്രയിലെ ഞാൻ ഹസരത്തോട് ചോദിച്ച, ഹസരത്ത് ഉത്തുലുബുൽ ഇൽമ വലൗ ബിസ്സീൻ എന്ന് சொன்னால் അന്ന് മദീനക്കാ സിറപ്പ് ചൈനയിൽ പോയി ഇൽമ തേടാൻ പറഞ്ഞാൽ മദീനയേക്കാൾ ചൈനയ്ക്ക് എന്ത് സിറപ്പ്, എന്താ ഫളീലത്ത്? മദീനയിലെ താനല്ല ഇന്ന ദീനലെ ഇരിത്തുൽ മദീന. ആ സമയത്ത് PSP ഹസരത്ത് ജവാബ് சொன்னார்கள், அது அப்படி அல்ல, அங்கே ஒரு மகதூப் இருக்கு, உத்துலுபுல் இல்ம வலவு குந்தும் பிஸ்ஸீன், നിങ്ങൾ ചൈനയിലായിരുന്നാലും മദീനയിൽ വന്ന് ഇൽമ പഠിക്കണം, അതുക്കുള്ള ഒരു കുന്തും മഹദൂഫായിരട്ടെ എന്ന് PSP സൈനുൽ അബ്ദീൻ ഹസരത്ത് നവ്വറല്ലാഹു മർഖദ. എന്താ വിവരം, എന്താ ഇൽമ, എന്താ അറിവ്? ഈ 10-45 വയസ്സിലെ இந்த ഹദീസെ കേട്ട് അതുക്കൊരു ശര കിട്ടിയത് തമിഴ്നാട്ടിലെ ഈ ജമാഅത്തുൽ ഉലമയുടെ പൂർവികർ, മുന്നോറുകൾ. അവങ്ങളുടെ മികപ്പെരിവാനാലും ബഹുമാനായ ഗുരു PSP സൈനുൽ അബ്ദീൻ ഹസരത്ത്, ബഹുമാനപ്പെട്ട കമാലുദ്ദീൻ ഹസരത്ത് റളിയല്ലാഹു മർഖദ അല്ലാഹു അലൈഹി ദറജാത്തി. ഈ തമിഴ്നാട് ജമാഅത്തുൽ ഉലമ இந்த சிறப்பான സദസ്സിൽ இப்படி കൊണ്ടുവന്നതിൽ അല്ലാഹു ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. இந்த உலகம் கெட்ட காலம், இந்த காலத்திலே ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്തോട് പറയാൻ, വല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉ നൂറ അല്ലദീ ഉൻസില മഅ. ഹബീബിനോട് സ്നേഹമുണ്ടെങ്കിൽ അൽമികളെ 3 കാര്യം ചെയ്യണം. ഖുർആൻ, വല്ലദീന ആമനൂ ബിഹി, നല്ല ഈമാൻ ഉണ്ടാകണം ഹബീബായ നബി തങ്ങളുടെ മേൽ. വഅസ്സറൂഹു, നബി തങ്ങളെ ബഹുമാനിക്കണം, നബിയെ ബഹുമാനിക്കണം, നബിയെ കാണണം, പാക്കണം. അസൈലെ നബിയെ പാക്കണം കനവിലെ, മൗത്തുക്ക് മുന്നാടി കനവിലെ. ആ നബിയുടെ സിറപ്പാന സൗന്ദര്യം, അഖ്ഹലൽ ഐനൈനി അസജ്ജൽ ഹാജിബൈനി സഹലൽ ഖദ്ദൈനി ഇദാ തകല്ലമ ഫഅലൈഹിൽ ബഹാ വഇദാ സംദബ അലൈഹിൽ വഖാർ ഹുലുൽ മന്ദിഖ്.
അക്കുഹലൈനൈൻ സുറുമയിട്ട കണ്ണ്, അദജൽ ഹാജിബൈൻ കട്ടപ്പുലികം, സഹിലൽ ഖദ്ദൈൻ സുറപ്പാന കവിള്, ഇദാ തകല്ലമ അലൈഹിൽ ബഹാ പേശിയാൽ ഗർവ്, ഇദാ സംതബ അലൈഹിൽ മകാൻ പേസാമ ഇരുന്നാൽ വലിയ ബഹുമതി. ഹുൽവുൽ മന്ദി ഇനിപ്പാർന്ന ഇമ്പമാകും പേസ്. തഖൂലു ഹാദൽ ബദലുൽ മുനീർ, ഇതൊരു ബദലുൽ മുനീർ ആണോ എന്ന് ചോദിക്കുന്ന രീതിയിൽ ഹബീബിനെ കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. യാ റസൂലല്ലാഹ്, ആശയുണ്ട്, ആഗ്രഹമുണ്ട്. ഇതേവരെ കണ്ടിട്ടില്ല. കണ്ടവരുണ്ടോ? ഇതേവരെ കണ്ടിട്ടില്ല. हमने आंखों से देखा नहीं है मगर उनकी तस्वीर सीने में मौजूद है, जिसने लाकर कलामे इलाही दिया वो मोहम्मद मदीने में मौजूद है. മദീനയിൽ പോയി കാണാൻ ഹബീബായ നബി തങ്ങളുടെ സുന്നത്തിന് ഹബീബായ നബി തങ്ങളെ സഹായിക്കുക. ആണെങ്കിലും നബി തങ്ങളെ എതിർത്താൽ ഹബീബായ നബി തങ്ങളോട് ആരെങ്കിലും എതിർ ദിശയിൽ നിന്നാൽ വലിയ മുസീബത്ത് അവന് വരാനിരിക്കുന്നു, വലിയ ഫിത്ന അവന് വരാനിരിക്കുന്നു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നബിയുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുക. അയ്യുഹൽ മുസ്ലിമൂൻ, മറാക്കിബുക്കും ഖാറൂനിയ്യ വഖുസൂറുക്കും കിസ്റവിയ്യ വമനാഖിബുക്കും ശൈത്വാനിയ്യ വഅഫ്കാറുക്കും ഫിർഔനിയ്യ വഅഫ്ആലുക്കും ജാഹിലിയ്യ ഫഇന്ന ശരീഅത്തു മുഹമ്മദിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിലൂടെ കദം കദം സുന്നത്തെ റസൂൽ पर चलो मिलेगी जन्नत की रिजर्वेशन. कदम कदम सुन्नत रसूल पर चलो मिलेगी जन्नत की रिजर्वेशन. ഇതിലാ ദലീല അല തരീഖ ഇലൽ ഇല ഇല്ലാ മുതാബഅത്തു റസൂലിൽ മുഹമ്മദ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ എന്ന ദുആയോടെ இந்த മികமான ഫാദർ സ്വാമി എല്ലാവരും ഇരുന്ന ഒരു സദസ്സ് ഇങ്ങ ചെന്നൈ പട്ടണത്തിൽ இந்த കാലത്തില് ചെന്നൈ നഗരത്തിൽ നിന്ന് എഗ്മൂർക്ക് പോകാൻ ഒരു ബസ്സിൽ കയറിയ 10 രൂപ. നമുക്ക് ബസ് വരുമ്പോ കൈയാടി ഡ്രൈവർ നമ്മ കിട്ട നിൽക്കുവാണ്ട് കൊഞ്ചം തള്ളി അപ്പൊ കൊണ്ടുപോകും. என்னப்பா பாஸ்டரை சொன்னா மாத்தமே നിങ്ങൾ சிரிக்க மாட்டியா? ഈ ഡ്രൈവർ 10 മീറ്റർ അപ്പടിയേ വെള്ളം. നമുക്ക് നമ്മുടെ ഉള്ളത്തിൽ இந்த ഡ്രൈവർ മേൽ വൈരാഗ്യം വന്നിരിച്ചു. ഒന്ന് ഓടിച്ചെന്ന് அந்த ബസ്സിലെ കയറുമ്പോ നമ്മ ഒരു കാല് വെക്കുമ്പോഴേ കണ്ടക്ടർ പോട്ട് പോട്ട് കല്ലെടുക്കും. നമ്മ നേരെ സ്റ്റെപ്പിലേക്ക് വിടുന്ന മാതിരി പോകും. രണ്ടാമത് നമ്മ ബെല്ലടിച്ച കണ്ടക്ടറോട് നമുക്ക് വയസ്സ് വൈരാഗ്യം വെച്ചു. മൂന്നാമത് അങ്ങ് കേറി വണ്ടി എടുക്കുമ്പോ വിழுந்து പോകുമ്പോ നേരെ കമ്പിയിലെ പിടിക്കും. അപ്പൊ വേറെടുത്ത കയ്യിലെ പോയി തട്ടും. അവൻ നമ്മ ഇപ്പോഴും ക്രൂരമാക്കി ഇട്ടു. അപ്പോ അവനെ பார்த்தവൻ മൂന്നാമത് അവനോട് വൈരാഗ്യ. എപ്പടി അങ്ങ് കണ്ടക്ടർ വരും, ടിക്കറ്റ് എടു, 100 രൂപ കൊടുക്കുമ്പോ അവൻ ചില്ലറിയില്ല തിരിയാനോട്ട് അവൻ നമ്മ നേരെ ഇക്കടി നോക്കുവാനും. അപ്പൊ കണ്ടക്ടറോട് വീണ്ടും നമുക്ക് വൈരാഗ്യം. നാലാമത് அப்படியே இருந்து உட்கார நோக்கும்ப சீட்டிலே 2 வாலிப பசங்க உட்கார்ந்து, என்னப்பா எனக்கு அவன் மாறி தர மாட்டேன், இவ என்னடா അവനോട് അഞ്ചാമത് അവനോട് നമുക്ക് ദേഷ്യമാണ്, വൈരാഗ്യം. അവസാനം ഇറങ്ങണ എക്മോറിൽ എത്തുമ്പോ ബെല്ലടിക്കാൻ വന്ന കണ്ടക്ടർ ബെല്ലടിക്ക മാട്ടി വീണ്ടും 10 മിനിറ്റ് അങ്ങ് പോകാം. ആറാമത് അവരോട് വീണ്ടും വൈരാഗ്യം വെച്ചു. എപ്പടി அந்த ബസ് നിപ്പാട്ടി കീഴെ ഇറങ്ങുമ്പോ ഇറങ്ങി മുന്നാടിയ കണ്ടക്ടർ വീണ്ടും ബെല്ലടിക്കും. നമ്മ വീണ്ടും റോഡിലോട്ട് വിടുന്നാ പോകുമ്പോ എതിരെ വരുന്നവന് ദേഹത്തിൽ നമ്മ പോയി തട്ടും. അവ എന്നടാ സ്വന്തം തള്ളി വരുമ്പോ 8ാമത് അവനോട് വൈരാഗ്യം വായിച്ചു. അപ്പുറത്തോട്ട് മാറി ഒരു തണല് വാക്കാൻ നോക്കുമ്പോ ഒരു തണൽ മറവില്ലേ, 9ാം അവനോടും വൈരാഗ്യം വായിച്ചു. നശിച്ച ഉലകത്തില് എന്നെ സ്വന്തം പോണവരൊന്ന് തട്ടുമ്പോ 10ാമത് അവനോടും വൈരാഗ്യം വായിച്ചു. എന്നെ, സ്വാമിയെ, ഫാദറിനെ, ഇത്രയും ഉലമാക്കളെ 2 മണി നേരം അൻപിലേ കൂട്ടിയിരുന്ന തമിഴ്നാട് ജമാഅത്തുലമക്ക് എല്ലാവിധ ഭാവുകങ്ങൾ നേർന്ന് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.
വിളങ്കാത്തത് വിട്ടുകളെ, വിളങ്ങിയത് ഉള്ളിലെപ്പോഴ് വിളങ്കാത്തതെ വിട്ടുകളെ ഉപ്പച്ചോടോ, വിളങ്ങിയത് ഉള്ളത്തിലെ വെക്ക്. ഇഖ്വാനി വഖുല്ലാനി ലാ തൻസുരി മിൻ സാജിദി ദുആയിക്കും മഅ തഹിയ്യതി വസ്സലാം അഖൂക്കും ബിൽ ഇസ്ലാം അഹ്മദ് കബീർ. അസ്സലാമു അലൈക്കും.